സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സന്തോഷം. മുൻകാല പ്രാബല്യം നൽകി DA/DR കുടിശ്ശിക അനുവദിച്ചു. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമായി ലഭ്യമാക്കിയ DAയ്ക്ക് മുൻകാല പ്രാബല്യം നൽകി കുടിശ്ശികയും അനുവദിച്ച ഉത്തരവായി. സർവീസ് പെൻഷൻകാരുടെ DR കുടിശ്ശികയും ലഭിക്കും. നേരത്തെ അനുവദിച്ച DA/DR ഗഡുക്കളെല്ലാം മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ടാണ് കുടിശ്ശിക അനുവദിച്ചത്. UGC, AICTE മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്കീമിൽ ഉൾപ്പെട്ട അധ്യാപകർക്ക് ഉൾപ്പെടെ കുടിശ്ശിക ലഭിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് A. പത്മകുമാർ ജയിൽ മോചിതനായി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിലായിരുന്ന CPM നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ A. പത്മകുമാർ ജയിൽ മോചിതനായി. അഭിഭാഷകർക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പമാണ് പത്മകുമാർ പുറത്തേക്ക് പോയത്. രണ്ടാമത്തെ കേസിലും ജാമ്യം ലഭിച്ചതോടെയാണ് പത്മകുമാറിന് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞത്. ദ്വാരപാലക ശില്പക്കേസിൽ SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിന് ജാമ്യം അനുവദിച്ചത്. UDF സ്ഥാനാർത്ഥിയാകാൻ ഉറച്ച PK ശശി. പാലക്കാട് ഒറ്റപ്പാലത്ത് UDFനായി മത്സരിക്കാൻ ഉറച്ച PK ശശി. UDF പിന്തുണയോടെ CPIM വിമതരുടെ കൂട്ടായ്മ രൂപീകരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് ശശി മത്സരിക്കുക. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒറ്റപ്പാലം മണ്ഡലത്തിലെ UDF നേതാക്കളെ PK ശശി സമീപിച്ചു. UDF നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിൽ സഹായം തേടി ശശി കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളെ സമീപിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ക്രൈസ്തവ സഭയെ അവഗണിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ക്രൈസ്തവ സഭാംഗങ്ങൾക്ക് അർഹിച്ച പരിഗണന ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി തൃശൂർ അതിരൂപത ജാഗ്രതാ സമിതി. തൃശൂർ, മണലൂർ, ഒല്ലൂർ തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീന ശക്തിയായ ക്രൈസ്തവ സഭയെ അവഗണിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് തൃശൂർ അതിരൂപത ജാഗ്രതാ സമിതി യോഗം ചൂണ്ടിക്കാട്ടി. സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താത്ത പക്ഷം ബദൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് യോഗത്തിന്റെ മുന്നറിയിപ്പ്. തൃശൂർ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് മുന്നറിയിപ്പ് നൽകിയത്. CMDRFിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി സന്ദേശം അയക്കുന്നതിൽ എന്താണ് തെറ്റ്? ഹൈക്കോടതി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവർക്ക് വാട്സ്ആപ്പ് വഴി നന്ദി സന്ദേശം അയക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ഹൈക്കോടതി. DA സന്ദേശം ചോദ്യം ചെയ്ത ഹർജിക്കാരനോടായിരുന്നു കോടതിയുടെ ചോദ്യം. സംഭാവന നൽകിയവർക്ക് നന്ദി അറിയിക്കാനുള്ള അനുമതിക്കായി സർക്കാർ കഴിഞ്ഞ ദിവസം കോടതിയെ സമീപിച്ചിരുന്നു. വയനാട്ടിലെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായ സാഹചര്യത്തിലായിരുന്നു ഈ നീക്കം. എന്നാൽ പണം സ്വീകരിച്ചതിനുള്ള രസീത് ഇതിനകം സർക്കാർ നൽകിയിട്ടുണ്ടെന്നും മറുപടി സത്യവാങ്മൂലം നാളെ നൽകാമെന്നുമാണ് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചത്. സ്പാർക്കിലെ വിവരങ്ങൾ ഉപയോഗിച്ചെല്ലാം നന്ദി സന്ദേശം അയക്കുന്നതെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സർക്കാരിന്റെ ഉപഹർജി നാളെ പരിഗണിക്കും. ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെ SMV സ്കൂളിൽ അനധികൃത പാർക്കിംഗ് ഫീസ് പിരിച്ചത് തെറ്റായ നടപടിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. സ്കൂൾ കോമ്പൗണ്ടുകൾ പാർക്കിങ്ങിനായി ഉപയോഗിക്കാൻ പാടില്ലെന്നും ഇത്തരത്തിൽ പിരിവ് നടത്താൻ PTAക്ക് യാതൊരു അധികാരവുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ സ്കൂൾ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. കിളിമാനൂരിൽ പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് അച്ഛനും മകനും മരണപ്പെട്ട സംഭവം. നിർണായക വിവരങ്ങൾ പുറത്ത്. തിരുവനന്തപുരം കിളിമാനൂരിൽ പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് അച്ഛനും മകനും മരണപ്പെട്ട സംഭവത്തിൽ വൈദ്യുതി വേലി നിർമ്മിച്ചത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് KSEB ഉദ്യോഗസ്ഥർ. കൊച്ചുണ്ണി, മകൻ അഖിൽകണ്ണൻ എന്നിവരാണ് മരിച്ചത്. കിളിമാനൂർ ചെങ്കക്കുന്നിലാണ് സംഭവം. പുരയിടത്തേക്ക് മരത്തൂണുകൾ നാട്ടി വൈദ്യുതി വേലി നിർമ്മിച്ചത് KSEB അനുമതിയില്ലാതെയെന്ന് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. ആലപ്പുഴയിൽ മുൻ നാവിക ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ കഞ്ചാവ് കൃഷി കയ്യോടെ പൊക്കി. എക്സൈസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വീട്ടിൽ സൂക്ഷിച്ച കഞ്ചാവും നട്ടുവളർത്തിയ കഞ്ചാവ് ചെടികളുമായി വിരമിച്ച നാവികസേനാ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 9-ാം വാർഡിൽ വടക്കൻ പറമ്പ് വീട്ടിൽ വില്യമിന്റെ മകൻ ബിനു വില്യമാണ് പിടിയിലായത്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ A. സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ പൂങ്കാവ് ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. തീരുമാനമായി KK ശൈലജ പേരാവൂരിൽ തന്നെ മത്സരിക്കും. ഇത് സംബന്ധിച്ച് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. നാളെ സംസ്ഥാന സമിതിയിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകും. തളിപ്പറമ്പിൽ PK ശ്യാമളയും പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനും മത്സരിക്കും. ഉടുമ്പുചോലയിൽ KK ജയചന്ദ്രനാണ് സ്ഥാനാർത്ഥി. MM മണിക്ക് വേണ്ടി ഉയർന്ന വാദം കണക്കിലെടുത്തില്ല. സീമാ വിനീത് ഉൾപ്പെടെ 15 ട്രാൻസ്ജെൻഡേഴ്സ് BJPയിലേക്ക്. തിരുവനന്തപുരത്ത് ട്രാൻസ്ജെൻഡേഴ്സ് BJPയിലേക്ക് പാർട്ടി അംഗത്വം നൽകി
സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത്, ഭരതനാട്യം കലാകാരി അദ്രജ തുടങ്ങിയവരാണ് അംഗത്വമെടുത്തത്. നിരവധി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അംഗത്വമെടുത്തു. ആകെ 15 പേർ അംഗത്വമെടുത്തു. മാരാർജി ഭവനിൽ വെച്ചായിരുന്നു ചടങ്ങ്.